നമ്മുടെ അനുദിന ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു വളരെ സിമ്പിൾ സ്പിരിച്വാലിറ്റിയാണത്. ഇടയന്മാർ വന്നിട്ട് യൗസേപ്പ് മറിയും ഇരിക്കുമ്പോൾ വന്ന് പറയുകയാണ്, ഞങ്ങളോട് കൊച്ചിനെ കുറിച്ച് എന്തൊക്കെയാണെന്നറിയാമോ മാലാഖമാർ വന്ന് പറഞ്ഞത്, കേൾക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളായിരുന്നെങ്കിൽ മറിയത്തിന്റെ സ്ഥാനത്തായിരുന്നു നമ്മൾ പറഞ്ഞത് ആണോ, എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിലും എനിക്ക് തോന്നിയായിരുന്നു ഇതിന്റെ കൊച്ചിന്റെ മുഖം കാണുമ്പോൾ അറിയാം ഇത് എവിടെ എത്തുമെന്നൊക്കെ ഒരു ഇതുണ്ട്. നമ്മൾ അതെല്ലാം മേളിലോട്ട് കയറി കൊഴിപ്പിച്ചേനെ. പക്ഷെ എന്താ സംഭവിച്ചത്? മറിയത്തെക്കുറിച്ച് പറയുന്നത്, മറിയം അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം അറിയാമോ? പ്രാർത്ഥിച്ചു എന്നർത്ഥം. പ്രാർത്ഥിച്ചു. നമ്മുടെ അനുദിന ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു വളരെ സിമ്പിൾ സ്പിരിച്വാലിറ്റിയാണത്. നമ്മളോട് മറ്റുള്ളവർ നല്ലത് പറയുമ്പോൾ, നല്ല കാര്യങ്ങൾ നമ്മുടെ കാതോരത്ത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? അത് കേൾക്കുന്ന മൊമെന്റിൽ അങ്ങ് പ്രാർത്ഥിച്ചേക്കണം, വെച്ചോണ്ടിരിക്കരുത്. അങ്ങനെ പ്രാർത്ഥനയേക്കാൾ ഗുണം അറിയാമോ? പ്രാർത്ഥനയേക്കാളുള്ള ഗുണം, ഇനി നമ്മളെക്കുറിച്ച് മോശവും പറയും. ഈ നല്ലത് പറഞ്ഞത് തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് മോശം പറയും. അപ്പൊ നമ്മൾ വാടത്തില്ല. കാരണം എന്താ? അപ്പോഴും നമ്മൾ ഇന്നിട്ട് പ്രാർത്ഥന വരും. നല്ലത് കേട്ടപ്പോൾ നമ്മൾ ചിരിക്കാൻ പോയില്ല, നല്ലത് കേട്ടപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പൊ സങ്കടം കേൾക്കുമ്പോഴോ അപ്പൊ നമ്മൾ കരയത്തില്ല, നമ്മൾ അപ്പോഴും പ്രാർത്ഥിക്കും. ആ ശൈലി വളരെ, അതുകൊണ്ടാണ് കുരിശിന്റെ ചുവട്ടിൽ നിന്നപ്പോഴും മറിയം അണുവിട ചലിക്കാഞ്ഞത്. നല്ല കാര്യം കേട്ടപ്പോഴും അവൾ പ്രാർത്ഥിച്ചു, സങ്കട നേരത്തും അവൾ ദൈവത്തെ വിളിച്ചു.